മോളിൽ നിന്ന് ഇറങ്ങി കെട്ടണം കള്ളപ്പാട്. അപ്പൊ എന്തിനാ ഇറങ്ങാനാണ് ഒരു ഓട്ടോ വിളിച്ചിട്ട് പോകുന്നൂടെ? അതിനും കൊടുക്കുക. പിന്നെ വെറുതെ നടക്കുവോ? എന്ന് ചെറിച്ചു തരണോ? വേണ്ട. എന്നാ വില നോക്കി ഇറങ്ങുക. വടി എന്തെങ്കിലും വേണോ? ഏയ് വടിയൊന്നും വേണ്ട, നമുക്ക് അത്ര പ്രായമായിട്ടില്ലേ. എന്നാ വില നോക്കി ഇറങ്ങേ. അല്ല ഇനി കുടിയിലേക്ക് പോവുക? അല്ലെ, ഞാൻ എന്തൊക്കെയാ കുറച്ച് സാധനങ്ങൾ വാങ്ങണമെന്ന് പെണ്ണുങ്ങൾ പറഞ്ഞിരുന്നു. അതും കൂടി ഞാൻ വാങ്ങട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ കേട്ടോ. ആ, പെണ്ണുങ്ങള് എവിടേക്ക് ഇറങ്ങിയാലും എന്തെങ്കിലുമൊക്കെ അവർക്ക് പറയാണ്ടാവും. എന്താ ചെയ്യാ? അല്ല, എല്ലാരും ഉണ്ടല്ലോ. എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങള്? കൊറേ കാറല്ല കണ്ടിട്ട് എന്താ കഥ? അതിന്റെ കാര്യമൊന്നും പറയാതിരിക്ക നല്ലത്. നമ്മളിപ്പോ 100 തിരക്കിലായിരുന്നു. എന്താ പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. അല്ല, അവിടെ ഇരിക്കണില്ല. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചക്ക് പച്ചവെള്ളം കണ്ടാലും പേടിയാ, മനസ്സിലായി? പണ്ട് ഞാന് ഇതിന്റെ മുണ്ടൊരു ചളിയാക്കണ്ടേ? അല്ല, നിങ്ങളെ എനിക്ക് തീരെ വിശ്വാസമല്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു രസം കിട്ടണമില്ല. നിങ്ങൾ ഇന്നെ ബൂത്തൂലെന്നുള്ള ഉറപ്പ്. എങ്ങനെ നമ്മളെങ്ങനെ പറ്റിയോ? എന്താ മാതിരി. അല്ല, നിങ്ങളെ വിശ്വസിക്കാൻ പറ്റൂല, അതാണ്. ഒരു പ്രാവശ്യം എന്നെ പറ്റിച്ചാണ്. എന്ത് വിചാരിച്ചിട്ടപ്പോ ഞാൻ അവിടെ ഇരിക്കുക. ഒരു കുഴപ്പമില്ല അവിടെ ഇരുന്നോളൂ. ആയിക്കോട്ടെ. ചായ ഒന്ന് പറയണോ? ചായ ഒന്നും വേണ്ട. ഞാനിപ്പോ എവിടുന്നാ വരുന്നിച്ചിട്ടാ? എവിടെ പോയിപ്പോ കുറെ ദൂരെ പോയിട്ടാണോ വരുന്നത്? അതിന്റെ കാര്യമൊന്നും പറയാണ്ടിരിക്കല്ലേ. നമ്മളെ കാലാവസ്ഥ അയ്യപ്പങ്കാവിലെ അക്ഷയയില് പോയതാ. ഈ മഹസർ നടത്തുന്നുണ്ടല്ലോ ഇപ്പൊ. ഈ ബെൻസന്റെ കായ് വാങ്ങാൻ എന്തായാലും ഒരു പേര് പറഞ്ഞല്ലോ, മഹസർ. അതന്നെ, ഈ പറഞ്ഞ സാധനത്തിന് വേണ്ടി പോയതാ. അപ്പൊ ഓര് കജ്ജും കാലും ഒക്കെ 2 പെണ്ണുങ്ങൾ നമ്മളെ കണ്ണിലേക്ക് എന്തൊക്കെ ടോർച്ചടിച്ചു നോക്കി എന്തൊക്കെ ചെയ്തു. അതൊക്കെ കഴിഞ്ഞു. അവിടുത്തെ പെണ്ണുങ്ങളെ ഡിഗ്രി അത് കാണണം. ജില്ലാ കളക്ടർമാര് കാണാൻ ബുദ്ധിമുട്ടില്ല. എന്താ നമ്മള് പരിചയക്കാര് ചെന്നാ കണ്ട ഭാവം കൂടിയില്ലാന്ന്. അതിപ്പോ നിങ്ങള് ചെറുപ്പക്കാരാണെങ്കിൽ വയസ്സായില്ലേ? അല്ല, അതല്ല, എന്നാലും നമ്മള് അയൽവക്കക്കാരെ കണ്ട ഒന്നങ്ങോട്ട് നീങ്ങിരുന്ന ഞാൻ തെല്ലത്തിരിക്കൂല. അന്ന് അങ്ങനെ കയ്യോത്താൻ പറ്റിപ്പോയി. നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്നോളി. ആയിക്കോട്ടെ. അന്ന് വീണേന്റെ ഇതിഞ്ഞു മാറിയിട്ടില്ല. എന്റെ വലത്തെ മുട്ടുംകാലം ഇപ്പോഴും ഭയങ്കര ധൈര്യത്തിലിരുന്നോളി. ശ്വാസം മുട്ടുന്നു. അല്ല മാരിയെ, എന്തൊക്കെ പിന്നെ നമ്മളിപ്പോ അവിടെ ചെന്നപ്പോ എന്തൊക്കെ കുട്ടികൾ പറഞ്ഞല്ലോ, ഇതിന്റെ ബാക്കി എന്താ സെളിപ്പോ എന്തോ ഉണ്ട്, അത് വാങ്ങാൻ ചെല്ലണമെന്നോ? ആദ്യം ചെന്നത് ഇരിക്കണോ? അല്ല, അടുത്ത മാസം 18-ാം തീയതി നമ്മളെ ചെല്ലാൻ പറഞ്ഞു. ആയിക്കോട്ടെ. അവിടെ ചെന്നിട്ട് വേറെ എന്തൊക്കെയാ ചെയ്യാണ്ട് സാറേ? അതെ, ഇങ്ങെന്ത് തേങ്ങ ചെയ്യാനുള്ളത്? 100 നിയമങ്ങളല്ലേ? 1-2 നിയമങ്ങളാ. വല്ലാതെ അല്ലേ, 1600 ഉറുപ്പ്യ കിട്ടണമെന്നുള്ള ബുദ്ധിമുട്ട്. 2000 ഉറുപ്പ്യ പണിയെടുത്താലേ 1600 കിട്ടുള്ളൂ. സത്യാണേ, ഗവൺമെന്റിന്റെ കായാണ് അത് കിട്ടണമെങ്കിൽ നടക്കൊക്കെ ചെയ്യരുത്. പക്ഷെ ഈ മാതിരി ഓരോ അക്ഷയക്കാരുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും ആവൂല. ഇനി കൂടുതലൊന്നും നമ്മക്ക് മേടിക്കാൻ യോഗം ഉണ്ടാവൂല. നമുക്ക് ഉള്ളത് മേടിച്ചണ്ടേ? അതെ 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 അതെ, അത് തരാനും ഗവൺമെന്റ് തരുന്നല്ലേ. കൂടി നോക്കാം, നമുക്ക് കഷ്ടപ്പെട്ടാലേ കിട്ടുള്ളൂ. അത്രയല്ലേ ഉള്ളൂ. നോക്കുക, അല്ലാതെ എന്താ ചെയ്യാ? ഇതിപ്പോ 2000 ആക്കുന്നൊക്കെ പറയുന്നുണ്ട്. ഇതന്നെ ഇതന്നെ ഇപ്പോ ഓരോരുത്തരും കിട്ടിയിട്ട് 3-4 മാസമായിക്കൊണ്ടാ പറയുന്നത്. ഇതിപ്പോ അപേക്ഷ കൊണ്ടുതന്നെ ഉള്ളൂ. കിട്ടുമ്പോ കിട്ടും. നമ്മക്ക് പൈസ ചെയ്യണ്ടേ? പൈസ ചെയ്യണമെന്ന് പറഞ്ഞാൽ പൈസ നോക്കാൻ കൊടുത്തില്ല അവിടെ. നാളെ തന്നെ കിട്ടണം പറഞ്ഞാൽ 60,000 ഇത് കിട്ടുള്ളൂ. അതെ, 60,000 എന്നുള്ള തെളിവ് കൊടുത്ത് വേണേ. അതാണ് കജ്ജും കാലും കണ്ണൊക്കെ നോക്കിയത്. അതിനാണ് അതില്ലേ മനസ്സിലായില്ല. കിട്ടുമ്പോ കിട്ടും കേട്ടോ, ബേജാറാകണ്ട. കിട്ടും പൈസ കിട്ടും. കുറച്ച് ബുദ്ധിമുട്ടണം.
പിള്ളേര് എവിടെയെങ്കിലും ആരത് ആ ജാതി നിൽക്കുന്നത്? അത് നമ്മളെ ദാസേട്ടൻ ആളില്ലേ അല്ല എന്നിട്ട് എന്താ അങ്ങനെ നിൽക്കണത്? എന്താ ഒരു കായൊന്നും അതിന് കാണാൻ കാര്യം? അതിന്റെ കാര്യം എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതില് ഈ ജാതി എന്ന് പറഞ്ഞാൽ ഒരുപാട് ജാതി ഉണ്ട്. എത്ര ജാതി ഉണ്ട്? അത് പല സൈസ് ജാതികളാണ്. ഇത് പറഞ്ഞാൽ ഇതിൽ ഇത്ര കായല്ലാത്തതിന്റെ കാര്യം എന്താണെന്ന് അറിയാം. അത് തണ്ടാൻ ജാതിയാ. ചേട്ടൻ ജാതി അണിച്ചാൽ നല്ലോണം കായ്ക്കും. അപ്പൊ പോറ്റൽക്കും ജാതി ഉണ്ടല്ലേ? പിന്നല്ലാതെ അതല്ല അതിന് ജാതിന്ന് പേരെന്നിട്ടത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും കുറങ്ങൾ മനസ്സിലാക്കാണ്ട്. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ? അപ്പൊ ഈ കുരുമുളകിൽ എത്ര ജാതി ഉണ്ട് ഇപ്പോ? കുരുമുളകിന് ജാതി ചെറിയ മണി ഉണ്ടാകുന്ന ജാതി ഉണ്ടല്ലോ, അതൊരു വേറെ ജാതിയാ. പിന്നെ വലിയ തോക്കുണ്ടാകണത് അത് വേറൊരു ജാതിയാണ്. അതിലുണ്ട് കുറെ ജാതി. നമ്മളെ വയനാട്ടിലൊക്കെ ഉണ്ടാകണ എത്ര പോകുന്ന വയനാടൻ കുരുമുളക് എന്ന് പറയും. അതൊരു പിന്നെ എന്താ കരിമുണ്ട അല്ല പന്നിയൂർ വണ്ണ് ഇപ്പൊ പന്നിയൂർ 8 വരെ ആയിട്ടുണ്ട്. പന്നിയൂർ 8 വരെ. അത് ഓരോ കണ്ടുപിടുത്തങ്ങളാണ്. ഇതൊക്കെ ഇപ്പൊ എന്താ ഈ വെടി എന്തൊക്കെ പരിപാടികളുണ്ട്. ഒന്നിന്റെ തല മുറിച്ച് മറ്റേക്ക് വെക്കുക, അതിന്റെ തല മുറിച്ച് വീട്ട് വെക്കുക, അങ്ങനെ എന്തൊക്കെ പരിപാടികൾ. വയനാട്ടിലത്തെ മരുന്ന് നമ്മളവിടെ ഉണ്ടാവൂല. അത് ശരിയാണ്. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എന്ന് പറഞ്ഞ അമ്മാരി മണ്ണാണ്. ഞാൻ കുറക്കാലം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഞാൻ പോകാത്ത സ്ഥലം ഒന്നുമില്ല. അല്ല ബാബൂട്ടിക്ക, നിങ്ങളെ കണ്ടിട്ട് കുറെ നാളായല്ലോ. അന്ന് കണ്ടേ പിന്നെ ഇന്നാണല്ലോ കാണുന്നേ. അന്ന് കണ്ടതിന്റെ കാര്യം എനിക്കല്ലോ അതിന്റെ കാര്യം പറയാൻ കുറേ പറയാണ്ട്. നമ്മള് പിന്നെ കാശ്മീരിൽ കുറച്ചു കാലം ചായ കച്ചവടം ചെയ്തിട്ടുണ്ട് പണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. അനക്ക് എനിക്ക് ഓർമ്മ ഉണ്ടാവും. അതന്നെ അങ്ങനെ. അന്ന് അപ്പോ ഇജയായിട്ട് അവിടെ ഒരു യുദ്ധം ഉണ്ടായല്ലോ. ഒരു 10-26 കൊല്ല അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായില്ലേ. എന്താ അവിടുത്തെ ഒരു സ്ഥലത്തിനൊരു പേരുണ്ട്. ഈയിടെയായിട്ട് പേപ്പറിലൊക്കെ കണ്ടില്ലേ കുറെ എണ്ണത്തിന് വെടിവെച്ച് വന്നത്. കാർഗിലല്ല, അങ്ങനെ നല്ലോണം ഓർമ്മ ഉണ്ട്. പക്ഷേ മറന്നുപോയിട്ടോ. കാശ്മീർ തന്നെയാണ് സ്ഥലം. അവിടെ തന്നെയാണ്. അവിടെ ഏതോ ഭാഗത്താണ്. ഒരു എന്താ അല്ല വടക്ക് ലഡാക്ക് അങ്ങനെ ഒരു പേര്. അപ്പോ അവിടുന്ന് ഞാനിതിന്റെ മുമ്പിൽ അവിടെ ഈ യുദ്ധം ഉണ്ടായ സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ ഈ മറ്റേ തോക്ക് വെടിയേക്കണവരുണ്ടല്ലോ, എന്താ പട്ടാളക്കാര്, ഇവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടായി. അപ്പോ ഇതിന്റെ തലവൻ ഒരാളുണ്ട്. എന്താ അയാളിനെ പറയാ, എന്താ കേണലോ അങ്ങനെ എന്തോ ഒരു പേരാ. കമാൻഡർ. ഈ കമാൻഡർ വന്നിട്ട് എന്നെ വിളിച്ചു. പിന്നെ അവിടുന്ന് ഫോൺ ചെയ്തു. അപ്പൊ ഞാനിത് ചായക്കച്ചവടം ചെയ്ത് അവിടുന്ന് പോകുന്നതിന് ശേഷം പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോഴാണ് മൂപ്പര് എന്നെ ഫോൺ ചെയ്തിട്ട് വിളിക്കണത്. അവിടെയൊക്കെ നിങ്ങൾ ഉടനെ ഇങ്ങോട്ട് സ്ഥലത്ത് എത്തണം. നിങ്ങൾ വന്നാലേ ഇപ്പൊ കാര്യങ്ങള് എന്തേലും നടക്കുള്ളൂ എന്ന് പറഞ്ഞു. അത്ര ഗൗരവമായിരുന്നു അവിടെ കാര്യങ്ങളൊക്കെ. പിന്നല്ലാണ്ട് എന്തിനാ പറയണ്, നമ്മള് വരാറിഞ്ഞു, രണ്ടും കൽപ്പിച്ച് ഞാൻ വരാറിഞ്ഞു. അപ്പോ ഇതിൽക്ക് എന്തേലും ഒരു ബുദ്ധി പറഞ്ഞു കൊടുക്കണമെങ്കിൽ അന്ന് ഞാനാണ്, ഇന്ന് ഞാനാണ്. അല്ല അല്ലാതെ നമ്മളിപ്പോ അങ്ങനെ നമ്മളത് മറ്റുള്ളവർ അംഗീകരിക്കുമ്പോ നമ്മൾക്കത് വേണ്ടെന്ന് പറയാൻ പറ്റൂലല്ലോ. ചൂടേ ഉഷ്ണം കൊണ്ട് മഴ കാരണണ്ട് പറഞ്ഞിട്ട് കാര്യമല്ല, നല്ല ചൂടുണ്ട്. അത് പോലീസിന്റെ ഉപ്പായിട്ടാണോ? പോലീസിന്റെ ഉപ്പായ എങ്ങനെ? പോലീസിന്റെ അല്ല, മണ്ട അറിയില്ല. അതല്ലേ അങ്ങനെ ഇവരെന്നെ വിളിച്ച് ഞാൻ പോയി. അപ്പൊ നോക്കുമ്പോ യുദ്ധം അവിടെ കൊടുമ്പിരി കൊണ്ട് നിൽക്കുക, വിട്ടുത്തിക്ക് എനിക്ക് ചുട്ടിട്ടേ. അപ്പോ ഓല് വന്ന് വിളിച്ചു, രണ്ടും കേൾപ്പിച്ച് ഞാൻ ഇവിടുന്ന് ഒരൊറ്റ പോക്കാണ്. അവിടെ ചെന്ന് നോക്കുമ്പോ ബാപ്പുട്ടിയൊക്കെ ഞങ്ങളെ കയ്യിൽ നിന്നൊക്കെ പോയിക്കണോട്ടില്ലേ, നിങ്ങൾക്ക് എന്തേലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. പിന്നെ ഞമ്മക്ക് അന്നും
ഭയങ്കര ബുദ്ധിയാണ്. ഇന്നും ഇപ്പോഴും ആ ബുദ്ധിക്ക് വലിയ കമ്മിയൊന്നും വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു എന്റെ ബുദ്ധിയുടെ കാര്യം പറയണോ? എനിക്കറിയില്ല. അല്ല അതെ. പിന്നെ അതില് ഞാൻ എന്ത് ചെയ്തു, ഞാൻ മൂപ്പരോട് ചോദിച്ചു നിങ്ങളെ പട്ടാളക്കാരെ മൊത്തം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ ചോദിച്ചു. ഇവിടെ എൻ്റെ അടുത്തേക്കോ? ഇന്റെ അടുത്തേക്ക്. അതാണ് രസണ്ട് പറഞ്ഞേക്ക്. അപ്പൊ ഈ ഇവരൊക്കെ കൊണ്ടുവരാന്ന് മൂപ്പരും പറഞ്ഞു. അത് ഇത് സമയം എപ്പോഴാന്ന് ആലോചിക്കണം. പാതിരാത്രിക്കാടി സംഭവം, പാതിര സമയം. അതില് പട്ടാളക്കാരെയൊക്കെ സംഘടിപ്പിച്ചു, ഒക്കെ റെഡിയാക്കി നിർത്തി. ഒരു കണ്ടെയ്നർ ഈ വലിയ വണ്ടി ഉണ്ടല്ലോ, കച്ചമ്പാറേക്കോടെ ഒന്നും അമ്മാരി വണ്ടി വരൂല. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരലാക്കിട്ടത് ഒരു ചെറിയ ട്രെയിനിന്റെ വൈദ്യ. അതിന്റെ വീലെത്രയെന്ന് നമ്മക്ക് തന്നെ അറിയില്ല. അതില് ഒറ്റാലോട് ഏത് പഞ്ഞി കൊണ്ടുവരാൻ പറഞ്ഞു. കടക്കപ്പണി ഇല്ലാന്ന് പറയുന്നേക്ക് ഈ പരുത്തിന്റെ പഞ്ഞി കിട്ടുവച്ചു സംഘടിപ്പിക്കാ കുട്ടിയാക്കാന്ന് മൂപ്പരും അത് ഈ കമാൻഡർ അങ്ങനെ പഞ്ഞിയും കൊണ്ടുവന്ന്. ഇനി വേണ്ടത് കുറച്ച് ഫെവിക്കോളാടുക, ഒരു കണ്ടെയ്നർ ഫെവിക്കോളും. ഇതാണ് നമ്മളെ ബുദ്ധി ആലോചിക്കടങ്ങള്. ഇതൊക്കെ കേക്കണം. അതായത് ഫെവിക്കോളും കൊണ്ട് വെച്ചു, കൊണ്ടുവന്നു, ഫെവിക്കോളും കൊണ്ടുവന്നു. സമയം പാതിരാത്രിയാണ്, ആലോചിക്കാണ്ട്. അതിലെന്ത് ചെയ്തു, എല്ലാരോടും പറഞ്ഞ് ഒരു ഗ്രൗണ്ടാണ് ഈ മഞ്ഞിന്റെ ഗ്രൗണ്ട്. അതായത് മൊത്തം മഞ്ഞ് വെള്ള കളറായി, പട്ടാവുച്ചാലും വെള്ള കളറാണ്. ഇതിന്റെ മുകളിൽ കൂടി പഞ്ഞാണ്ട് നിരത്തിയാണ്ട് ഇടാൻ പറഞ്ഞു. ഈ പഞ്ഞാണ്ട് നിരത്തിയാണ്ട് ഇട്ടിട്ട് ഈ പട്ടാളക്കാരുടെ തൂക്കുമ്മക്കോടി ഈ പിന്നെ ഓല മേത്ത് കൂടെ ഒക്കെ എന്ത് ഫെവിക്കോളാണ്ട് ഭാര്യയായിട്ട് തേക്കാണ്. പിന്നെ പരസ്പരം അങ്ങോട്ടും കിട്ടും ഭാര്യയായിട്ട് തേക്കാണ്. അപ്പൊ ഒക്കെ വെള്ള കളർ. നിക്ക് പറയുന്നേക്ക് ഇതിങ്ങനെ നിരത്തിയിട്ടിക്കല്ലേ പഞ്ഞി. അതില് ഈ വെള്ള പഞ്ഞിന്റെ മോള് കൂടെ എല്ലാരും ആയിട്ട് കടന്നു കൊണ്ടോളി പറഞ്ഞു പട്ടാളക്കാരോട്. മേത്ത് പാസയിച്ചിക്കല്ലേ കോളാണ്. അട്ടപ്പായരക്കത്തിന്റെ മോൾ കൂടെ എല്ലാരും കടന്നാണ്ട് കൊണ്ടോളിയും പറഞ്ഞു. തോക്കുമ്മ കോടയും തേച്ചോളിയും പറഞ്ഞു. തോക്കും വിലയൊക്കെ കണ്ടു കഴിഞ്ഞാ പിന്നെ മഞ്ഞ തന്നെ കേക്കാണ്ട്. ഇത് മൊത്തത്തില് പിന്നെ കാണുമ്പോ ഒക്കെ എപ്പോട്ടാ നോക്കിയാലും മഞ്ഞ കാണുള്ളൂ. എതിര് പാർട്ടിക്കാരങ്ങേ പാർട്ടുണ്ട് ബൈലക്കുലർ വൈ നോക്കണുണ്ട്. ബലിക്ക് വല്ലതും മനസ്സിലാവും. അതോ കാണേണ്ടത് മുഴുവൻ വെള്ള കളർ. അതിൽ പറഞ്ഞു ഞാനല്ലേ നേതൃത്വം കൊടുക്കുന്നത്. അതെ. അതില് നിങ്ങള് എഞ്ഞോളിയും പറഞ്ഞു അതിർത്തിയിലേക്ക് മഞ്ഞല്ലേ മേത്തുമുള്ളൊന്നും കുത്തൂല. അങ്ങനെ ജഗത്തില് പറയണ ഈ പട്ടാളക്കാരൻ്റെ ആ വേലി ഉണ്ടല്ലോ, അവിടെ ഒരു മുള്ളുവേലി നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല. അതില് ഈ മുള്ളുവേലിന്റെ അതിർത്തിയിലേക്ക് എത്തുന്നവരെ ഒരൊറ്റ ഒന്ന് കണ്ടില്ല. ഒരു നമ്മളെ പട്ടാളക്കാർ ഒരൊറ്റ ഒന്നിനെ കണ്ടില്ല. അങ്ങനെ ആഷ്കൻ അല്ല എന്തായാലും അറിയാലോ, അങ്ങോട്ട് നീച്ചിട്ട് ചറ പറാന്ന് കൊടുത്തു ഒരു പേടി. ഒറ്റ ഒന്നില്ലാണ്ട് ഒക്കെ ഈ അതിർത്തിയിൽ പിന്നെ ഒരൊറ്റ ഒന്നില്ല. അതിൻ്റെ ഇടയിൽ ഒന്ന് രണ്ട് മിസൈലും അതൊന്നും പിന്നെ അതിൻ്റെ അടുത്തേക്കൊന്നും ഞാൻ പോകില്ല കേട്ടോ. അങ്ങനെ അങ്ങനെ അതാണ് നമ്മള് ഇക്കണ്ട കാല ഈ കുറച്ച് മാസങ്ങളായിട്ട് ഇന്ന് ഇവിടെ കാണാത്തതിന്റെ കാര്യം അതാണ്. മനസ്സിലായില്ലേ? ബടായി ഒന്നല്ല മറക്കാൻ തുടങ്ങിയിരിക്കണോ നമ്മള് പോകാം. ഞാനേ എന്റെ പെണ്ണുങ്ങളെ കുട്ടികളെ കാണലുണ്ട്. അപ്പൊ എവിടെ വാപ്പിട്ടി ചോദിച്ചിട്ടുണ്ട്. നമ്മളൊന്നും ചായപ്പിടിക്ക് ഞാനിത് പോകുമ്പോ പറഞ്ഞില്ല, കുട്ടികളോട് പറഞ്ഞില്ല. കാരണം എന്താ,
യുദ്ധ സ്ഥലത്തേക്കാ നമ്മൾ പോണത്. പറയാൻ പാടുമോ? ഞാൻ പറഞ്ഞു ഞാൻ വരണ്ടേ, എനിക്ക് ചെറിയൊരു കാര്യം ഉണ്ട് പറഞ്ഞിട്ട് ഞാൻ പോയതാ. അതുകൊണ്ട് ആരോടും ഉണ്ടാതെ ഞാൻ പോയി. ഈ കഥ പറയുമ്പോഴാണ് കുറച്ചു കാലം കാണാതിരുന്നത്. ഞാൻ അങ്ങനെയല്ലല്ലോ കേട്ടത്. നിങ്ങൾ എന്തോ അവിടെ എന്തോ വാഴക്കൊല മോഷ്ടിച്ചു എന്നോ അതിലവർ പിടുത്തം വിട്ടു എന്നൊക്കെയാണല്ലോ ഞാൻ അറിഞ്ഞത്. എവിടെ എവിടുന്ന്? നിങ്ങൾ അങ്ങനെയാണ് കേട്ടോ. അല്ല സത്യം പറയാലോ, അത് നമ്മളെ പണമുള്ളവര് പറഞ്ഞുണ്ടാക്കിയതല്ലേ, ഇവിടുത്തെ ആൾക്കാര് പറഞ്ഞതല്ല. ഞാനിങ്ങനെ ഓരോരുത്തർ പറഞ്ഞ പീടിയിലൊക്കെ കേട്ടതാണ്. മാപ്പുട്ടി മുങ്ങിക്കണത് വർത്താനം നിർത്തി ഞാൻ പറഞ്ഞുതരാം അതിന്റെ കാര്യം എന്താ. അതായത് നമ്മള് തച്ചമ്പാർക്ക് വരുന്നു. തച്ചമ്പാർക്ക് പോകുമ്പോ നമ്മളെ പഴയ ജോൺ സാറ് താമസിച്ചായിരുന്നില്ലേ, അപ്പൊ അന്ന് അവിടെ ഈ മതില് ഇങ്ങനെ കെട്ടിയിട്ടുണ്ടല്ലോ, അതിന്റെ ഔത്തുനിന്ന് ഒരു വായ ഇങ്ങനെ കുറച്ചിട്ട് പുറത്തേക്ക് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു മൂത്ത അത്യാവശ്യം തെറ്റില്ലാത്തൊരു കൊലയാണ്. അപ്പൊ ഈ കൊല ആരായാലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ കള്ളന്മാര് കണ്ടപ്പോ ഉണ്ടാവും എനിക്ക് നല്ല ഉറപ്പാണ്. അപ്പൊ അത് കള്ളന്മാര് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെട്ടിയോട്ട് പോന്നു എന്നുള്ളതല്ലാതെ നമ്മൾ ഒരാളുടെ മുതൽ മോഷ്ടിക്കാൻ വരെ പോയിട്ടില്ല. അതിനെ പറഞ്ഞപ്പോ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി. കാശ്മീർ പോയപ്പോ അവിടുന്ന് പോകേണ്ട കണ്ടീഷനായിരുന്നു ചുരുക്കം. ഇവരുടെ ഭയമാരെ ഓരോന്നും പറഞ്ഞുണ്ടാക്കാൻ നമ്മള് അങ്ങനത്തെ ഒരു ഇടപാടിന് നമ്മള് പോകില്ല. മനസ്സിലായത്? അതെനിക്കറിയാലോ അതിനെ കുറിച്ചിട്ട്. ഇതുവരെ ഒരു മനുഷ്യനെ പോലെ കട്ടൂന്ന് ഞാൻ കേട്ടിട്ടില്ല. നമ്മളങ്ങനെ അത് അവിടുന്നല്ലേ പിന്നെ പോത്തോക്കിന്നല്ലേ അറിഞ്ഞമാതിരി ആദ്യമായിട്ടല്ലേ ആൾക്കാർ അറിഞ്ഞപ്പോ എന്തെങ്കിലുമൊക്കെ പറയും. നമ്മളുള്ള കാര്യം പറയുന്നു. അല്ല അച്ഛാ, അവിടെ മുതിർച്ച ഭാഗത്തുണ്ടോ പുലി അറിയാം? അടുത്ത് അങ്ങനെ പറയുന്നോട്ട് പുലി കുട്ടികളാരോ കണ്ടു എന്നൊക്കെ പറയുന്നോട്ടു. ഞാനത് കണ്ടിട്ടില്ല, അങ്ങനെ കേട്ടു. അവിടെ രമേശൻ നായർ അവിടെ മേലെ തെങ്ങും തോട്ടം തേങ്ങ പൊളിക്കുന്ന ആളാ. അവിടെ തോട്ടത്തില് തേങ്ങ ആയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പോയപ്പോ ഒരു പാറപ്പുറത്ത് കിടക്കുന്നതായിട്ട് കണ്ടു എന്ന് പറഞ്ഞു. അയാൾ ഒന്നേ നോക്കിയുള്ളൂ, അപ്പൊ തന്നെ അയാൾ ഓടി പോന്നു എന്നാ പറഞ്ഞത്. അല്ല കണ്ടു എന്ന് മാത്രമല്ല ആൾക്കാർക്ക് പിന്നെ എന്താ വെച്ചാൽ ഇപ്പൊ എല്ലായിടത്തും കൂടി ഇറങ്ങുന്നത് മൃഗങ്ങൾക്ക് ഇപ്പൊ പേടിയൊന്നല്ല. ജനങ്ങളുടെ കൂടി തന്നെ ഇറങ്ങണം. അങ്ങനെ കേട്ടു. എന്താ ചെറിയ കുട്ടികളൊക്കെ എല്ലാവരും പേടി, അതാണ് പ്രശ്നം. ഈ കാട്ടിലുള്ള സാധനങ്ങളൊക്കെ നാട്ടിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാട്ടിലിരിക്കേണ്ടവര് നാട്ടിലിരിക്കേണ്ടവര് ഇപ്പൊ കാട്ടിലാണ്. കച്ചേരി അങ്ങേ അറ്റത്തേക്ക് എത്തിക്കണമെന്ന് ഇപ്പൊ ഈ പറഞ്ഞ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മയായിരുന്നു. അതായത് പണ്ട് നമ്മളെ ചൂരോട്ടില് ഒരു കാട്ടുപോത്തിറങ്ങിയ കഥ ഉണ്ടായിട്ടുണ്ടല്ലോ, കേട്ടു? നമ്മളെ ചൂരോട്ടില് കാട്ടുപോത്ത് വന്നിട്ട് വാഴമണ്ണിലൊരു ചേട്ടനെ തട്ടിയിട്ടിട്ട് പോയി. എവിടേക്ക് കണ്ടപ്പാനം ബൈക്കുകള് വണ്ടി എന്തൊക്കെ ഒക്കെ കുത്തി മറിച്ചിട്ടിട്ട് ചൂരോട് വെച്ചിട്ടാണ് അത് സംഭവം. അന്ന് ഞാനീ പറഞ്ഞ മാതിരിക്ക് നമ്മളെ പെരുമാള കടണ്ട് അന്ന് ഇത് മണ്ണാർക്കാട് നമ്മളെ പെരുമാള കടണ്ട്. അപ്പൊ അവിടുന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവുക. അത് നമ്മളിവിടെ ചില്ലറ പീടിയൊന്നും നമ്മളങ്ങനെ ഒന്നും പഠിക്കുന്നില്ല. നമ്മൾ അതൊക്കെ തീരെ മോശം പരിപാടി. അന്ന് അവിടെ പേര് കേട്ട പീടിയ അതാണ്. അപ്പൊ ഈ പെരുമാള പീടിയയിലേക്ക് ഞാൻ തച്ചമ്പാറിന് ബസ് കയറിയിട്ട് ചൂര്യോട് പിന്നെ പാലത്തിന്റെ അവിടുക്കാട് എത്തുന്നതോട് കൂടെ ആൾക്കാരിങ്ങനെ നിരയിട്ട് ഇങ്ങനെ പോണ്. അപ്പൊ എനിക്കിത് കണ്ടപ്പോ മനസ്സിലായി എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ട് എന്ന് മനസ്സിലായി. അതില് ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, വീഡിയോ പോക്ക കാടൊക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇറങ്ങി. അവിടെ ഇറങ്ങിന്ന് മാത്രല്ല കണ്ടു എന്ന് പറയും. ഈ ആൾക്കാരിങ്ങനെ പോണുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അതില് ഞാൻ എന്ത് ചെയ്ത് നേരെ ഇവരുടെ പിന്നാലെ ഞാനും വെച്ച് പൊടിച്ച് അങ്ങനെ ചെന്ന് നോക്കുമ്പോ നമ്മളെ അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല. ഒരു ആള് അവിടെ ഒരു ആളുടെ പറമ്പിലുണ്ട് സാധനം അങ്ങനെ നിൽക്കണം. കൊറ്റക്കോളം മയമ്പട്ടിക്കട തന്നെ അവിടെ തന്നെ അതില് ഈ പിന്നെ കാട്ടുപോത്തിനെ കണ്ടു
ഞാൻ കാട്ടുപോത്തിനെയും കണ്ടു, കാട്ടുപോത്ത് ഇനിയും കണ്ടു. അവിടെ ഉള്ള ജനങ്ങൾ നമ്മളെ കണ്ടപ്പോ തന്നെ വാപ്പുട്ടിക്ക വന്നുകൊള്ളു, ഇനിയിപ്പോ പേടിക്കാനൊന്നും ഇല്ലെന്ന് അവര് പറഞ്ഞു. അവർക്ക് നമ്മളെ ചില ആൾക്കാർക്കൊക്കെ നമ്മളെ നല്ലോണം അറിയാം. അന്ന് പറഞ്ഞ ഞാൻ എന്തിനും പൊട്ടിച്ച് നിർത്തണ അങ്ങനെ എന്ത് ചെയ്ത് ഈ കാട്ടുപോത്ത് നിക്കണത് ഒരു തിട്ടിന്റെ മുകളില, വലിയൊരു തിട്ട ഇങ്ങനെ. അപ്പൊ ഇതിന്റെ മോൾ അങ്ങേപ്പുറത്ത് വലിയ കുയ്യാണ്, ഏത് ഒരു വലിയ കുയ്യ അപ്പുറത്ത്. അതില് ഞാനെന്ത് ചെയ്തെന്നറിയോ, വേറൊന്നും ആലോചിച്ചില്ല. നമ്മളൊരു ചോന തുണി ഇട്ടാണ്ടോ ചോദിച്ചു. ട്രൗസർ അടിക്കാനൊന്നല്ല ചങ്ങായി. ഈ പോത്തുകൾക്ക് ഈ ചോപ്പ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, ഒരു ബകളി ഉണ്ടാവും. അതിലെന്ത് ചെയ്തു, അതാണ് ഈ വെളിച്ചപ്പാടന്മാരൊക്കെ ചോപ്പ് എടുക്കുന്നത്. അതുകൊണ്ടല്ലേ ഇത് വെളിച്ചപ്പാട്ട് എവിടെ പോയാലും ഐഡിയ പെട്ടെന്ന് അതിലെന്തിനു പറയണത്, ഈ കാട്ടുപോത്തിനെ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ നിരന്ന് നിൽക്കുക. പെണ്ണുങ്ങളും ഉണ്ട്. അതിലൊരു പെൺകുട്ടീന്റെ മക്കനാട് മേടിച്ചേ, മക്കനാട് മേടിച്ചിട്ട് ആ മക്കനാട് അടിക്കാറുണ്ട്. ഈ മക്കനാട് മേടിച്ചിട്ട് ഞാൻ കാട്ടുപോത്ത് നിൽക്കുകയാണ്. അതില് തന്നെ പേടിയാവുള്ളൂ. കേൾക്കുമ്പോ പേടിയല്ല. അപ്പൊ നിങ്ങളെ ധൈര്യം നമ്മക്ക് അന്ന് നല്ല ധൈര്യമാണ്. അതില് പിന്നെ ഈ പോത്തിന്റെ കൊറേ വിട്ടിട്ടോ, അടുത്തേക്കൊന്നും പോയിട്ടില്ല. ആ പോത്തിന്റെ ഏകദേശം അടുത്ത് വരെ ഇങ്ങനെ ചെന്നിട്ട് ഈ ഇതൊന്നും ഇങ്ങനെയാണ് ഈസി കാണിച്ചു. ഇത് ബീസി കാണിച്ചത് ബഗിളി പിടിച്ചിട്ട് ഇന്റെ നേരക്ക് ഒരു വാരം. ഞാനാരാ മോൻ ഓടിയോ? ഞാനിത് കണ്ട ബൈക്ക് നേരെ ഈ കുണ്ടുണ്ട് പറഞ്ഞില്ലേ, ഈ കുണ്ടിന്റെ ആ ഭാഗത്തേക്ക് ഓടിയായിട്ട് പോയി. ഇത് കാട്ടുപോത്ത് പിന്നാലെ ഉണ്ട് കേട്ടോ. അവിടെ അങ്ങോട്ട് ചെല്ലലും ഞാൻ ഈ ഇത് കാട്ടുപോത്ത് ഇതിന്റെ പിന്നാലെ വരുമല്ലേ, ഈ തിട്ടിന്റെ അവിടെ എത്തിയിട്ട് ഞാൻ ചാടുന്ന മാതിരി ഒറ്റ കാണിക്കല. അതിന് കാട്ടുപോത്തി ഞാൻ ചാടിന്ന് വിചാരിച്ചു പിന്നാലെ ചാടി അല്ലെങ്കിൽ നിന്റെയൊക്കെ പണി കഴിഞ്ഞിട്ടുണ്ടാവും. അതിലത്ത് വീണു, പൊള്ളൊത്തിയാണ് വീണ്. പൊള്ളൊട്ടി വീണു എന്നല്ല, അതില് ഞാൻ എനിക്ക് പിന്നെ ധൈര്യമായി. അങ്ങനെ ചെന്നിട്ട് ഇതിന്റെ കൊമ്പുമ്പോ പൊട്ടിച്ചിട്ട് ഒറ്റ ഓടിക്കല. ചിലവരൊക്കെ നമ്മള് ബടായി നിങ്ങളത് രഹസ്യമായിട്ട് വിളിക്കണതുണ്ട് എനിക്ക് മനസ്സിലായി. ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവൂല. പിന്നെ അനന്താട്ടന് നമ്മളുള്ള കാര്യം ഈ പറയുന്നത്. എന്തായി പോത്തിനെന്താ കാട്ടണ്? ഫോറസ്റ്റുകാര് വന്നു, അവര് അതിനെ വണ്ടി കയറ്റി കൊണ്ടുപോയി. എന്നിട്ട് ഫോറസ്റ്റുകാർ എനിക്ക് കൈ തന്നു. എന്നോട് പറഞ്ഞു, വാപ്പുട്ടിയാക്കാ നിങ്ങൾ വാപ്പുട്ടിയാക്കല്ല, ദൈവമാണ് ഞങ്ങളെ. ഞങ്ങളെ കൊണ്ടടിച്ചതിനാവൂലാർന്നല്ലേ ഫോറസ്റ്റുകാര്. ഓർക്ക് ബുദ്ധിയില്ലല്ലോ. ബുദ്ധി നമ്മളെ ബുദ്ധി ആർക്കും കിട്ടൂല. നമ്മളെ ബുദ്ധി കാഞ്ഞ ബുദ്ധി. നിങ്ങൾ ആ കാട്ടുപോത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്കൊരു പഴയ കാര്യം ഓർമ്മ വരുന്നത്. അന്ന് ഞാൻ ഇവിടെ നിന്ന് എത്തുന്നതിന് മുമ്പ് നാട്ടില് പാലായി താമസിച്ചോണ്ടിരുന്നപ്പം ഞങ്ങൾക്കന്ന് എരുമയൊക്കെ 3-4 എരുമയൊക്കെ ഉള്ള കാലമാണ്. അപ്പൊ എരുമ വളർത്തി രാവിലെ സൊസൈറ്റി പാല് കൊടുക്കാൻ വേണ്ടിട്ട് രാവിലെ എരുമയെ കറന്ന് 2 കൈയില് വലിയ കാനുമായിട്ട് തൂക്കി 2 സൈഡും കയ്യാല കെട്ടിയിരിക്കുന്ന ഒരു ഇടവഴി കൂടെ പോവുക. അപ്പൊ അങ്ങനെ പോയി പകുതി ഭാഗത്ത് ചെന്നപ്പോണ്ട് ഒരു ഒറ്റയാൻ എന്റെ നേർക്ക്. ഒറ്റയാനോ? ആനയല്ല, ഒറ്റപ്പന്നി. ഒറ്റപ്പന്നി നേർക്ക് വരുന്നു. എവിടേക്കും മാറാൻ പറ്റൂ, 2 സൈഡും കയ്യാല് കെട്ടിയിരിക്കുക. അപ്പം ഞാനൊരു കാര്യം ചെയ്തു, പാലിക്കാൻ അവിടെ വെച്ചിട്ട് നെഞ്ചു വിരിച്ച് അവിടെ നിന്നു. ധൈര്യത്തിൽ അവിടെ നിന്നു. കാര്യം മടക്കി ഒറ്റ തൊഴിയ പന്നി ഇതാ കിടക്കണു. പന്നി അവിടെ വീണു. വീണാട് ചത്തു. പന്നിയോ? അതൊന്നും നടക്കണ കാര്യല്ല. പിന്നെ ഒരാളെ കാല് വടക്കെടുത്ത് തൊഴിക്കുമ്പോഴേക്ക് പന്നിയായിട്ട് ചാന്ന്. നിങ്ങൾക്ക് കൊമ്പ് പിടിച്ച് തിരിച്ച് ഒരു പോത്തിനെ കൊല്ലാമെങ്കില് എനിക്കെന്താ ഒരു പന്നിയെ കൊന്നുകൂടെ?
അല്ല അതിപ്പോ പിന്നെ നമ്മൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അതിനെ ഇതാക്കിയിട്ടാണല്ലോ ഞാനതിനെ പിന്നെ പൊള്ള പൊട്ടി വീണേല് പൊട്ടിട്ടോ മെറ്റിട്ടല്ല അതിന്റെ വീണേല് പൊള്ള പൊട്ടിയിട്ടില്ല. അല്ല അതൊന്നും നടക്കണ കാര്യമല്ല. പന്നീനെ ഒന്നും ഒറ്റ തൊയ്ക്കൊന്നും കൊല്ലാൻ പറ്റില്ല. എന്നാ നിങ്ങൾ പോത്തിന്റെ കാര്യം അങ്ങ് വിട്ടില്ല. അതെ എന്നാ ഞാൻ പന്നിയുടെ കാര്യം വിടാം. അതിപ്പോ പറഞ്ഞതാണ്. നിങ്ങള് പോത്തിനൊക്കെ ഒന്നിക്കൂടെങ്കിൽ പിന്നെ അയാൾക്ക് എന്താ ഒരു പന്നിയെ കൊല്ലുകൂടെ? അല്ലെങ്കിൽ അങ്ങനെയല്ല, കുറച്ച് ചേട്ടന്മാരുണ്ടല്ലോ അവരും പേടായി പറയുള്ളൂ. അല്ല അതിപ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഞമ്മള് പറയണത് ഉള്ള കാര്യം അബ്ബയിലൊക്കെ പറയണ നോണായിരിക്കും. സംഭവമുണ്ട്. വാർത്തക ജീവിതമൊക്കെ ശരിയായില്ല, അതിലും നോണയൊന്നും ഉണ്ടാവില്ല. ചേട്ടാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, വാപ്പിടിക്ക പോത്തിനെ തള്ളിയിട്ട് ചേട്ടൻ കൗത്ത് പൊട്ടിച്ചത് അന്ന് കൊറേ ആൾക്കാർ കണ്ടു. ഇങ്ങനെ പന്നി പഠിച്ച് ആരെങ്കിലും കണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അതിനത് അതൊരു ചോദ്യം. വെളുപ്പിനെ പോകുമ്പോ അവിടെ ആ സമയത്ത് ഇപ്പൊ ആൾക്കാരുണ്ടോ? ആൾക്കാരെ വിളിച്ചുകൂട്ടാൻ പറ്റും. ഇപ്പൊ ഞാൻ തന്നെ പോത്തിനെ പൊടിച്ച് ഇപ്പം കണ്ടുപോകും. അന്നും കണ്ടായിരുന്നു ഈ ഇതൊക്കെ കാണാൻ വേണ്ടിട്ട്. ഇപ്പൊ ഞാൻ ഒറ്റക്കല്ല, നമ്മളെ തച്ചന്മാർ ഇറച്ചി കച്ചവടം ചെയ്യണ അംസകൻ അറിയോ? അംസക്ക കണ്ടുക്കണു. പിന്നെ തച്ചന്മാർ ചായ കച്ചവടം ചെയ്യണേ വിജയൻ അറിയോ? ആ ഹോസ്പിറ്റലിന്റെ മുമ്പില് നേരം മുമ്പിൽ ചായ പറഞ്ഞ ഞങ്ങൾ കണ്ടിട്ട് ചോദിച്ചു. അച്ചായന്റെ നാട്ടിൽ അന്ന് ആൾക്കാർ കണ്ടിട്ടില്ലേ കുറെ ആൾക്കാർ. ഇതിപ്പോ ഇവിടെ നടന്ന സംഭവമാണ് ഇവര് നിങ്ങളെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ ഒരു കാര്യം ഞാനാണ് സംഭവിച്ചു. എന്ത് സംഭവിച്ചു? അല്ല പന്നീനെ നിങ്ങൾ പോത്തിനെ കൊന്നു. അല്ല നിങ്ങൾ പോത്തിനെ കൊന്നിട്ടില്ലെങ്കിൽ അയാൾ പന്നീനെ കൊന്നു. ഞാനൊരു കാര്യം ചോദിച്ചട്ടെ, അല്ല ഇവിടേക്ക് വല്ല താല്പര്യം മാങ്കുറിശിയല്ലേ? ഈ വെയിലയുടെ അപ്പുറത്തേക്ക് അല്ല താല്പര്യം? ഇവിടുന്ന് അങ്ങോട്ട് താഴത്തേക്ക് പോയ മുതുകാടോ? അല്ലെങ്കിൽ അവിടെ അങ്ങനെ പേര് വരാൻ കാരണം എന്താ? മുതുകാട് എന്ന് പേര് വന്നതിനൊരു കാര്യമുണ്ട്. അതായത് അന്ന് ഈ നാടിന് പേരുണ്ടായിരുന്നില്ല, ആ സ്ഥലത്തിന് പേരുണ്ടായിരുന്നില്ല. അപ്പോ മുതുവത്തുകൂടെ നിറച്ച് രോമമുള്ള ഒരാള് ഇവിടെ വീട് വെച്ച് താമസിക്കണ്ടായി. അപ്പൊ ഇയാളുടെ മുതുകത്ത് കൂടെ നിറച്ച് രോമ ഈ മുതുകത്ത് കാട് പോലെ കണ്ടിട്ട് അങ്ങനെയാണ് ഈ മുതുകാട്. എന്തെങ്കിലും അറിയാളുണ്ടെങ്കിൽ ഞൊടി ചോദിച്ചോളൂ. ഞാൻ ഇതൊക്കെ അറിയാത്തത് അറിയണോണ്ട് ചോദിക്കാം. അല്ല ഇതല്ല എന്ത് കാര്യം ചോദിച്ചാൽ മതി. കാരണം അറിയോ, വേറെ കാര്യമുണ്ട്. ഒക്കെ സത്യം അറിയും ചെയ്യുള്ളൂ. അതാണല്ലേ. നമുക്ക് പോവുക. സമയത്തിലായി സമയം 1:30 മണി. എന്നാ പോകുന്ന ഓള് കഞ്ഞി കൊണ്ട് കാത്തു തീർക്കണ്ടോ? നടുക്കിന് നിക്കോണ്ടിരിക്കും. നിങ്ങൾ നീക്കണേന്റെ മുമ്പ് ഞാൻ നീക്കാണ്. നിങ്ങൾ ഇരിക്കും, ഞാൻ പോകട്ടെ. മയമാരിയെ വണ്ടി എടുക്കേ. ഞാൻ നോക്കി അറിഞ്ഞോ അവിടെ വെക്കുന്ന സ്ഥലമാണ്. എനിക്ക് കൂടുതൽ നിൽക്കാൻ പറ്റില്ല. അന്ന് ആ വീടെ വീഴ്ചന്റെ വേദന ഇഞ്ഞും മാറിയിട്ടില്ല. ഇനിയിപ്പോ ഇതിന്റെ മുകളിലൊന്ന് കേറിക്കിട്ടാനും കാട്ടുക. പോക ഇനി ചവിട്ടുന്ന സാധനം ഉണ്ടായിരുന്നില്ല. അതൊക്കെ കമ്പനി അതിന് വലിച്ചു നോക്ക് അന്നം കാണൂല. ആയിക്കോട്ടെ, കണ്ടില്ലേ? ആയിക്കോട്ടെ, ഇനി വരുമ്പോ കാണുന്നു. രണ്ടും കണക്കാണ്. വെറുതെ വാടായി പറഞ്ഞാലിങ്ങനെ നടക്കും. വാപ്പിക്കല്ലേ വാപ്പിക്ക വെറുതെ നാട്ടുപിടി നടന്നില്ലോ ഇല്ലാത്തോ ഇങ്ങനെ പറഞ്ഞോണ്ട് ഒരു കാര്യമല്ല.
ആ കാശ്മീർ കൂട്ടൊക്കെ പറഞ്ഞു അതൊക്കെ വെറുതെ നോണ പറയണേ. നമുക്ക് അറിയില്ല അയാള് സംഗതി യഥാർത്ഥമാണത്. ഇവിടുന്ന് എന്താ വായ്പ നാട്ടിൽ വിട്ടുനിന്നു. അപ്പൊ അയക്കൊരു കാശ്മീർ ഉണ്ടാക്കിയതാണ് അയാള് പണ്ട് തന്നെ അങ്ങനെയാണ്. അയാള് പുറത്ത് പറയണ്ട. നമ്മള് ഇപ്പൊ അയാളോട് പറയുമ്പോ അയാളോട് വേറെ ആരും പോയി പറയും. പക്ഷെ ആള് മോശം തന്നെ. ആള് ശരിയില്ല. കാരണം വായ്ക്കൊല അതൊക്കെ കണ്ടോലുണ്ട്. വായ്ക്കലെടുത്ത് പോണ കണ്ടോലുണ്ട്. അതില് മുങ്ങിക്കാണ് ഇവിടുന്ന്. വായ്ക്കല കള്ളോ ചോദിച്ചു അതില് മണിക്ക അതിന് ഇവിടുന്നാണ് മുങ്ങിയതാണ്. മുങ്ങിയിട്ട് ഇപ്പൊ കൊറേ കാലം കഴിഞ്ഞപ്പോ കാശ്മീരിലായിരുന്നു. അയാളേറെ സാധിച്ചിട്ട് വെറും ഒക്കെ ഇപ്പോഴും തൊടായി പറയുള്ളൂ. ഇല്ലാത്തതൊക്കെ നല്ലൊരു കാര്യം അയാൾ പറയല്ല. അങ്ങനെ ഒരാളാണ്. എന്നാ നമ്മള് ജീവിക്കാൻ പാടാ മരിക്കാനും പാടാ മനുഷ്യന് വലക്കും ഈ ദുനിയാവ് മനുഷ്യന് വലക്കും ഈ ദുനിയാവ് കൂടെ ചിരിപ്പിച്ചും കൂടെ കരകിച്ചും സുഖിപ്പിച്ചും സഹിപ്പിച്ചും ചൊടിപ്പിച്ചും മടുപ്പിച്ചും